Assalamualaikum. Welcome back to my channel or welcome to my channel. And guys, after a long ഞാനൊരു ലോങ് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതുവഴി നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുമല്ലുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്നാ പിന്നെ തുടങ്ങിയാലോ? Come on guys, get ready with me. ഞാനിവിടെ ഒരു പാർട്ടി മേക്കപ്പ് ലുക്ക് ആണ് കേട്ടോ ഉദ്ദേശിക്കണേ. അതുകൊണ്ട് തന്നെ സ്കിൻ പ്രെപ്പ് ചെയ്തിട്ട് തന്നെ സ്റ്റാർട്ട് ആക്കിക്കോ. പ്ലമ്മിന്റെ റൈസ് വാട്ടർ ടോണർ ആണ് കേട്ടോ ഞാനിവിടെ ടോണർ ആയിട്ട് യൂസ് ആക്കണേ. ഡീറ്റെയിൽ മേക്കപ്പിന് മുമ്പ് ഒരു ബെസ്റ്റ് സ്കിൻ പ്രിപ്പറേഷൻ എപ്പോഴും നല്ലതാണ് കേട്ടോ. ലിപ് കെയറിനായിട്ട് ഞാനൊരു കാർമക്സിന്റെ ലിപ് ബാം ആണ് യൂസ് ആക്കുന്നത്. ഈ ഒരു ലിപ് ബാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ 10 to 10 കൊടുക്കൂട്ടോ. കാരണം അത് അത്രക്ക് പൊളിയാണ്. പിന്നെ ഫേസ് ഒക്കെ ഒന്ന് മോയ്സ്ചറായി നിൽക്കാൻ വേണ്ടി നല്ലൊരു മോയ്സ്ചറൈസർ ആണ് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ PSCയുടെ എക്കോപ്ലാസ്റ്റ് എന്ന മോയ്സ്ചറൈസർ ആണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്കിന്നിൽ എന്ത് പ്രൊഡക്റ്റ് യൂസ് ആക്കുകയാണെങ്കിലും അതൊന്ന് അബ്സോർബ് ആവാനുള്ള ടൈം നമ്മൾ സ്കിന്നിന് കൊടുക്കണം കേട്ടോ. നമ്മൾ ലെയർ ബൈ ലെയർ ആയിട്ട് ചെയ്താൽ നമ്മുടെ മേക്കപ്പിന് ഒരു ഫിനിഷിങ്ങും പിന്നെ ലോങ് ലാസ്റ്റിങ്ങും ഉണ്ടാവില്ല. പോരാത്തതിന് നല്ല കേക്കി ലുക്കും ഉണ്ടാവും. അതുകൊണ്ട് സ്കിൻ പ്രിപ്പറേഷൻ തന്നെ നല്ല ടൈം എടുത്തിട്ട് സ്ലോലി ചെയ്താൽ മതി. ഓരോ പ്രൊഡക്റ്റ് ഇട്ടിട്ട് ഇത്തിരി നേരം വെയിറ്റ് ചെയ്യുക. അതൊന്ന് അബ്സോർബ് ആയിട്ട് അടുത്ത പ്രൊഡക്റ്റ് ഇട്ടാൽ മതി. അങ്ങനെ ചെയ്താൽ ലാസ്റ്റ് ലുക്ക് നല്ല ഫിനിഷിംഗ് ഉണ്ടാവും, നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കുകയും ചെയ്യും. അങ്ങനെ ഇന്ന സ്കിൻ പ്രിപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് ഇനിയിപ്പോ ഞാൻ ലെൻസ് വെക്കാൻ പോവാണ്. ഒരു പാർട്ടി മേക്കപ്പ് ലുക്ക് ഒക്കെ അല്ലേ, ഇത്തിരി അലങ്കാരത്തിന് ലെൻസും കിടക്കട്ടെ. കോണ്ടാക്ട് ലെൻസ് വെക്കുമ്പോൾ കൈയൊക്കെ നല്ല ഫ്രഷ് ആയിരിക്കണം. അതുകൊണ്ട് തന്നെ എല്ലാത്തിനും മുമ്പായിട്ട് ലെൻസ് വെക്കുന്നതാണ് ബെറ്റർ. ഞാൻ എന്തായാലും തുടക്കത്തിൽ ആ കാര്യമാണ് മറന്നു വയ്ക്കണേ. സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാണ്. മേക്കപ്പ് ലാസ്റ്റ് ചെയ്യാൻ ആദ്യം തന്നെ നല്ലൊരു പ്രൈമർ യൂസ് ആക്കാം. ഞാൻ അതും PSCന്റെ തന്നെയാണ് കേട്ടോ യൂസ് ആക്കുന്നത്. ഈ പ്രൈമർ നമ്മളെ ഓയിലൊക്കെ കൺട്രോൾ ചെയ്തിട്ട് നല്ലൊരു ലോങ് ലാസ്റ്റിംഗ് മേക്കപ്പ് തരാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു പ്രൈമർ യൂസ് ആക്കാൻ എല്ലാവരും ശ്രമിക്കുക. എന്നിട്ട് പിന്നെ അത് നല്ല പോലെ അബ്സോർബ് ആവാൻ ടൈം കൊടുക്കുക. ഇങ്ങനെ ഒരു മിനി ഫാൻ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവുന്നത് നല്ലതാണ്. മേക്കപ്പ് ചെയ്യുന്ന ടൈമിൽ ഈ ഒരു സാധനം നല്ല യൂസ്ഫുൾ ആണ്. മേക്കപ്പ് ചെയ്യുമ്പോൾ മാത്രമല്ല കേട്ടോ, പുറത്തു പോകുമ്പോഴും നമുക്ക് യൂസ് ആക്കാം. ഇതുപോലെ നല്ലോണം അബ്സോർബ് ആയി കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി പരിപാടിയൊക്കെ തുടങ്ങാം. ഇനിയിപ്പോൾ ഉള്ളത് കളർ കറക്റ്റിംഗ് ആണ്. അത് എല്ലാവർക്കും നിർബന്ധമൊന്നുമില്ല, വേണമെന്നില്ലോല് ചെയ്താൽ മതി. നല്ല പിമ്പിൾസും പിഗ്മെന്റഡ് ഒക്കെ ആയിട്ടുള്ള ഫേസിലാണ് കളർ കറക്റ്റിംഗ് ചെയ്യല്. നല്ലൊരു ഹൈ കവറേജ് കൺസീലർ വെച്ചിട്ട് ഹൈഡ് ആക്കിയാലും മതി. എനിക്കിവിടെ കുറച്ച് ഡാർക്ക് സർക്കിളൊക്കെ കൂടുതലായതുകൊണ്ട് ഞാൻ യൂസ് ആക്കുന്നത് മാത്രം. പിന്നെ ഈ ഒരു കളർ തന്നെ വേണമെന്നില്ല, ഇന്ത്യയിലിപ്പോൾ ഈ ഒരു കളർ മാത്രമേ ഉള്ളൂ. സോ ഇത് വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്തു, അത്ര തന്നെ. ഇനി അടുത്തതായിട്ട് കൺസീലർ ആണ്. അത് ഞാൻ ഫോറവേഴ്സിനാണ് യൂസ് ആക്കുന്നത്. ഈ ഒരു പ്രൊഡക്റ്റ് മാത്രം മതി ഒരു സിംഗിൾ മേക്കപ്പ് ലുക്ക് ചെയ്യാൻ. അത്രക്ക് പൊളി സാധനമാണ് കേട്ടോ. അത് ഇപ്പം നമ്മളൊരു പാർട്ടി മേക്കപ്പ് ലുക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇത്തിരി ഹെവി ആയിക്കോട്ടെ എന്ന് ഞാനും കരുതി. ഈ ഒരു കൺസീലർ ഉണ്ടെങ്കിൽ കളർ കറക്റ്റിംഗ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അത്രക്ക് ഹൈ കവറേജ് ആണ് ഈ ഒരു പ്രൊഡക്റ്റിനുള്ളത്. അതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞത് വേറെ ഏത് മേക്കപ്പ് പ്രൊഡക്റ്റ് യൂസ് ആക്കാതെ ഈ ഒരു പ്രൊഡക്റ്റ് മാത്രം യൂസ് ആക്കിയിട്ട് ഒരു കംപ്ലീറ്റ് ലുക്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഞാനിവിടെ ആദ്യം ഐ മേക്കപ്പ് ആണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ മാത്രം ഫോക്കസ് ചെയ്തിട്ടാണ് കൺസീൽ ചെയ്യുന്നത്. ബാക്കി കൺസീലിംഗ് ഒക്കെ ഐ മേക്കപ്പ് കഴിഞ്ഞിട്ട് ചെയ്യുന്നതാവും നല്ലത്. ആദ്യം തന്നെ ഐബ്രോ ഒന്ന് ഫില്ല് ചെയ്ത് സെറ്റ് ആക്കി എടുക്കുക. ഐബ്രോസ് ഫില്ല് ചെയ്യുമ്പോൾ സൂക്ഷിച്ചും കണ്ടും ചെയ്തിട്ടില്ലെങ്കിൽ സംഗതി ആകെ പാടും. അതുകൊണ്ട് തന്നെ ഒക്കെ ഒന്ന് നോക്കി കണ്ട് ചെയ്താൽ കൊള്ളാം. ഇനിയിപ്പോൾ ഐബ്രോസ് ഫില്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ അതിന് മുമ്പായിട്ട് ഞാൻ ഇവിടെ ഐബ്രോസ് ഫില്ല് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് ഐബ്രോ പൗഡേഴ്സ് ആണ്. അതിൽ തന്നെ ബ്രൗൺ കളർ യൂസ് ആക്കാൻ ശ്രദ്ധിക്കണേ. ബ്ലാക്ക് കളർ യൂസ് ആക്കാതിരിക്കണതാവും ബെറ്റർ. പിന്നെ ഐബ്രോസിന്റെ ഫ്രണ്ടൊക്കെയായിട്ട് ബ്രഷസ് കൊണ്ടുവരാനേ നിൽക്കണ്ട. ഭയങ്കര കോമഡി ആയിരിക്കും കാണാൻ. ഫ്രണ്ടിൽ താഴെക്കൂടെ ചെറുതായിട്ടൊന്ന് ലൈൻ ചെയ്തിട്ട് സ്പൂളി വെച്ചിട്ട് കോംബ് ചെയ്ത് കളഞ്ഞാൽ മതി. എല്ലാം കഴിഞ്ഞ് സ്പൂളി വെച്ചിട്ട് നന്നായിട്ടൊന്ന് കോംബ് ചെയ്താൽ ഐബ്രോസിനൊക്കെ ഒറിജിനൽ ലുക്ക് തോന്നിപ്പിക്കും. ആദ്യമായിട്ട് വരക്കുമ്പോൾ വല്ലാണ്ടൊന്നും ശരിയായിട്ടില്ലെങ്കിൽ 1-2 വട്ടം ചെയ്ത് നോക്കുമ്പോൾ അതാണ് സെറ്റ് ആയിക്കോളും. ഐബ്രോസിനൊക്കെ ഒരു പെർഫെക്ഷൻ തോന്നിക്കാനായിട്ട് ഐബ്രോന്റെ താഴെക്കൂടെ ഒന്ന് കൺസീലർ വെച്ചിട്ട് ലൈൻ ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് പിന്നെ നല്ല പോലെ ബ്ലെൻഡ് ചെയ്തിട്ടാണ് എടുക്കുക. അങ്ങനെ ചെയ്താൽ നമ്മൾ ഐബ്രോസ് ഒക്കെ ഒന്ന് പ്രൊജക്റ്റ് ആയിട്ട് ഐബ്രോ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഐ മേക്കപ്പിലെ പകുതി പണി. ഐ മേക്കപ്പ് ഒക്കെ തുടങ്ങുന്നതിന് മുമ്പ് ഒന്ന് സെറ്റിംഗ് പൗഡർ വെച്ചിട്ട് ഒന്ന് സെറ്റ് ആക്കി എടുക്കുന്നത് നല്ല. നമ്മളിട്ട കൺസീലർ ഒന്നും ഇളകി പോവാണ്ടിരിക്കാൻ ഒന്ന് ലോക്ക് ആക്കിയിടുക, അത്രമാത്രം. ഇനി അടുത്തത് ഐ ഷാഡോ ആണ്. ഞാൻ ഐ ഷാഡോ ഇടുന്നതിന് മുമ്പായിട്ട് ഒരു ലൈറ്റ് കളർ ഐ ഷാഡോ കംപ്ലീറ്റ് ബേസ് ആയിട്ട് കൊടുക്കും. എന്നിട്ട് നമ്മൾ യൂസ് ആക്കുന്ന കളറിന്റെ ലൈറ്റ് കളർ ഐലിഡിന്റെ ഫ്രണ്ടിലായിട്ടും അതിന്റെ തന്നെ ഡാർക്ക് കളർ മെയിൻ ആയിട്ടും കൊടുക്കും. നമ്മൾ ഒരിക്കലും ഡാർക്ക് കളർ ഐലിഡിന്റെ ഫ്രണ്ടിലായിട്ട് വരാൻ പാടില്ല കേട്ടോ. ഇങ്ങനെ ലൈറ്റിൽ നിന്ന് ഡാർക്കിലേക്ക് പോവാണ് വേണ്ടത്. പിന്നെ ഐ ഷാഡോ ഇടുമ്പോൾ എക്സസ് ആയിട്ടുള്ള പൗഡേഴ്സ് ഒക്കെ തട്ടിക്കളഞ്ഞിട്ട് മാത്രമാണ് ഐസിൽ ഇടാൻ പാടുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ആ എക്സസ് ആയിട്ടുള്ള പൗഡേഴ്സ് കംപ്ലീറ്റ് നമ്മുടെ ഫേസിലേക്കാവും വീണത്. കുറച്ച് മുമ്പായിട്ട് ഞാനൊരു ഗെറ്റ് റെഡി വിത്ത് മീന്റെ ഷോർട്സ് ഇട്ടിരുന്നു. അതിൽ കുറെ കമന്റ്സ് കണ്ടിട്ടാണ് ഇപ്പൊ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നത്. പിന്നെ ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ മേക്കപ്പിന്റെ ലോങ് വീഡിയോ ചെയ്യുന്നത്. വല്ല മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്പൊ തന്നെ ക്ഷമിച്ചേക്ക്. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് സെറ്റ് ആക്കാം. മേക്കപ്പ് ട്യൂട്ടോറിയൽ ഒക്കെ ഇങ്ങനെയാണ് ചെയ്യലെന്നാണ് എന്റെ ഒരു ഇത്. ഇനിയിപ്പോ ഇതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ കൊണ്ടുവരണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്ത് പറയണേ. പിന്നെ എങ്ങനത്തൊക്കെ വീഡിയോസ് ആണ് നിങ്ങൾക്ക് ഇഷ്ടം അതും കൂടി കമന്റ് ചെയ്യണേ. അങ്ങനെ ഐ ഷാഡോ ഒക്കെ ഇട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ഐലൈൻ ചെയ്യാം.
ഞാൻ ഐലൈനർ വെച്ചിട്ട് കംപ്ലീറ്റ് ഐലൈൻ ചെയ്യുന്നില്ല, ചെറുതായിട്ടൊരു സ്മോക്കി ലുക്ക് ചെയ്യാന്നാണ് ഇപ്പത്തെ എൻ്റെ ഒരു പ്ലാനിങ്. അതിനായിട്ട് ഞാൻ കാജിൽ ചെറുതായിട്ട് ലൈൻ ചെയ്തിട്ട് ഒരു ബ്രഷ് വെച്ചിട്ട് നല്ല പോലെ സ്മഡ്ജ് ചെയ്യാണ്. എനിക്കെന്തോ ഈ ഒരു ലുക്ക് ഭയങ്കര ഇഷ്ടമാണ്. പൊതുവേ സ്മോക്കി ഐസ് എനിക്ക് വലിയ ഇഷ്ടമല്ല, പക്ഷെ ഇങ്ങനെ ഐലൈനർ വരക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അല്ലാതെ എനിക്ക് ഐലൈനർ വരക്കാൻ അറിയാഞ്ഞിട്ടൊന്നും അല്ല കേട്ടോ. അല്ലെങ്കിലും ഐലൈനർ വരക്കണിലേറെ സിമ്പിൾ ആയിട്ട് തോന്നിയത് ഈ ഒരു മെത്തേഡ് ചെയ്യുമ്പോഴാണ്. ഒരു സിമ്പിൾ ഐ മേക്കപ്പിനൊക്കെ ഇതാ ഇത്ര മതി. നമ്മളതൊരു സിമ്പിൾ മേക്കപ്പ് അല്ലാത്തതുകൊണ്ടും ഒരു പെർഫെക്ഷൻ ഇല്ലാത്തതുകൊണ്ടും കോർണേഴ്സ് ഒക്കെ ഇതാ ഞാൻ ഐലൈനർ വെച്ചിട്ട് ഫിൽ ചെയ്യുന്നുണ്ട്. ഇപ്പൊ എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? പിന്നെ വിങ്സിന്റെ കാര്യം നിങ്ങൾ നോക്കണ്ട, അത് പിന്നെ ഒരിക്കലും എൻ്റെ സെറ്റ് ആവലില്ല. അത് ഞാൻ പണ്ടേ വിട്ട കേസാണ്. ഇനിയാണ് നമ്മൾ ഐ മേക്കപ്പിലെ ഹൈലൈറ്റിംഗ് പാർട്ട്, മസ്കാര ഇടല്. അത് നല്ല പോലെ ഡിട്ടേക്ക്, അതിലൊരു കുറവും വേണ്ട. എത്രത്തോളം നമ്മൾ മസ്കാര ഇടണോ അത്രത്തോളം നമ്മൾ ഐ ലുക്കായിട്ട് വരും. അങ്ങനെ അതാ കുറേ നേരത്തെ കഷ്ടപ്പാടിന് ശേഷം എൻ്റെ ഐ മേക്കപ്പ് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അതേപോലെ തന്നെ ഇപ്പോഴും കറക്റ്റായിട്ട് കണ്ണ് എഴുതാൻ അറിയാത്തവരുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യണേ. ഇനിയിപ്പോൾ അടുത്തതായിട്ട് ഫൗണ്ടേഷന്, ഞാനിവിടെ ഹുദ ബ്യൂട്ടിയുടെ ഫൗണ്ടേഷൻ ആട്ടോ എടുത്തത്. ഇത് വലിയ കവറേജ് ഇല്ലാത്ത ഒരു ഫൗണ്ടേഷനാണ്. ഒരു ടിൻറ്റ് പോലെ ഇത് നമുക്ക് യൂസ് ആക്കാം. ഒരു ഗ്ലോക്ക് വേണ്ടി ഞാൻ ഈ ഒരു മേക്കപ്പ് ബേസ് കൂടി ആഡ് ആക്കുന്നുണ്ട്. ഓറിക് മേക്കപ്പ് ബേസ് നമ്മുടെ സ്കിന്നിനെ നല്ല പോലെ ഗ്ലോ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നിങ്ങളൊരു ഗ്ലോ സ്കിൻ മേക്കപ്പ് ലുക്കാണ് ആഗ്രഹിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് മസ്റ്റ് ഹാവ് ആണ്. സംഗതി ഇത് കുറച്ച് എക്സ്പെൻസീവ് ആണെങ്കിലും ആ ഒരു പൈസക്ക് ഇത് ഭയങ്കര വേർത്താണ്. ഈ ഒരു പ്രൊഡക്റ്റ് ഫൗണ്ടേഷൻ മിക്സ് ചെയ്തിട്ട് യൂസ് ആക്കാം, അല്ലാണ്ട് നോർമലി നമുക്ക് യൂസ് ആക്കാം. ഞാനിത് ഫൗണ്ടേഷനിൽ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ യൂസ് ചെയ്യാറ്. അങ്ങനെ ചെയ്യുമ്പോഴൊക്കെ ഒരു നാച്ചുറൽ ഗ്ലോ നമുക്ക് അതിൽ ഫീൽ ചെയ്യും. ഇനിയിപ്പോൾ ആ ഒരു പ്രൊഡക്റ്റ് അഫോർഡബിൾ അല്ലെങ്കിൽ പകരം വേറൊരു പ്രൊഡക്റ്റ് ഉണ്ട്, ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള അടിപൊളി പ്രൊഡക്റ്റ്. ഞാൻ എന്തായാലും അത് ഈ സ്ക്രീനിന്റെ സൈഡിലായിട്ട് കൊടുക്കാം. നമ്മുടെ സ്വിസ് ബ്യൂട്ടിയുടെ പ്രൈമർ പ്ലസ് ഇലുമിനേറ്റിംഗ് ക്രീം, അതിനെ കുറിച്ച് ഞാനൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഷോർട്സ് തന്നെ ഇട്ടിട്ടുണ്ട്. കൂട്ടത്തിൽ അതൊന്ന് പോയി ചെക്ക് ചെയ്തോളെ. ഈ ഒരു പ്രൊഡക്റ്റിനാണ് എനിക്ക് കൂടുതലായിട്ട് എൻക്വയറീസ് വന്നത്. കമന്റ്സ് ആയിട്ടും DM ആയിട്ടും അങ്ങനെ കുറേ മെസ്സേജ് വന്നാണ്. ഒരു ഗ്ലോ മേക്കപ്പ് ലുക്ക് വേണ്ടവർക്ക് എന്തായാലും പർച്ചേസ് ചെയ്യാം. അങ്ങനെ അതാ നമ്മൾ മേക്കപ്പ് ഒക്കെ ഏകദേശം കംപ്ലീറ്റ് ആയി തുടങ്ങിയിരിക്കണേ. ഫൗണ്ടേഷൻ ബ്ലെൻഡ് ചെയ്യുമ്പോൾ കുറച്ച് വെറ്റ് ആയിട്ടുള്ള ബ്ലെൻഡർ വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്യണമാവും നല്ലത്. അങ്ങനെ ആകുമ്പോൾ ഇച്ചിരി നാച്ചുറൽ ലുക്ക് തന്നെ തോന്നിക്കും. ഫൗണ്ടേഷൻ വല്ലാണ്ട് കേക്കൊന്നും ആവാണ്ട് ഇട്ടില്ല ആ ഒരു ഗെറ്റപ്പില്. ഇനി നമ്മൾ കൂടുതലായിട്ട് സ്വെക്ട് ചെയ്യുന്ന ഏരിയയിലൊക്കെ ഒന്ന് കോമ്പാക്ട് വെച്ചിട്ട് ലോക്ക് ചെയ്യുക. ഫേസിൽ ക്രാക്കിൾസ് ഒന്നും വരാണ്ടിരിക്കാനട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. ചില ആൾക്കാർക്കൊക്കെ ഇങ്ങനെ കോമ്പാക്ട് ഇടുന്നതിൽ വലിയ യോജിപ്പൊന്നുമില്ല, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കോമ്പാക്ട് കൂടി ഇട്ടാലാണ് എനിക്കൊരു കംപ്ലീറ്റ് ലുക്ക് തോന്നാറുള്ളൂ. ഇനി നമുക്ക് കുറച്ച് ബ്ലഷ് ഇടാം. അത് ഞാനിവിടെ ഓറിക്കിന്റെ തന്നെ മിക്സ്ഡ് പാലറ്റ് ആണ് എടുക്കുന്നത്. ബ്ലഷ് പ്ലസ് ഹൈലൈറ്റർ പ്ലസ് കോണ്ടോർ പ്ലസ് കോമ്പാക്റ്റിന്റെ ഒരു പാലറ്റ്. നമ്മൾ ബ്ലഷ് ഇടുമ്പോൾ നമ്മുടെ ഫേസ് നല്ല പോലെ ചിരിച്ചിട്ട് തന്നെ ഇടണം. അങ്ങനെ ആകുമ്പോൾ ബ്ലഷ് കറക്റ്റ് ആയിട്ട് തന്നെ വരും. പിന്നെ ഇടുമ്പോൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിയും കുറേയൊക്കെ ചെയ്യും. അതൊക്കെ പിന്നെ നിങ്ങൾ സെറ്റാക്കി എടുക്കണം. കൂടാന്ന് പറയുമ്പോൾ കുറച്ചൊക്കെ കൂടിയാൽ മതി കേട്ടോ. ഓവറായാല് അത്ര നേരം കഷ്ടപ്പെട്ടിട്ട് മേക്കപ്പ് ഒക്കെ തുടച്ച് കളയേണ്ടി വരും. ഞാൻ എന്തായാലും എങ്ങനെയൊക്കെ അതാണ് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഹൈലൈറ്റർ കൂടി ഇടാം. നമ്മളെ ഫേസിൽ എവിടേക്ക് നമുക്ക് പ്രൊജക്റ്റായി നിൽക്കണം അവിടെയൊക്കെ ഹൈലൈറ്റർ ഇട്ട് സെറ്റാക്കി എടുത്താൽ മതി. ഞാനിതാ നോർമലി ഹൈലൈറ്റർ ഇടല് ചീക്കിലും ചിന്നിലും പിന്നെ നോസിലിടും, പിന്നെ അപ്പർ ലിപ്പിലും ഇടും കേട്ടോ. പിന്നെ ഇതുപോലത്തെ ഹെവി മേക്കപ്പ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഐബ്രോസിൻ്റെ താഴെയായിട്ടും ഇടും. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഐബ്രോസും ലിപ്പും നോസും ഒക്കെ നല്ല പ്രൊജക്റ്റ് ആയിട്ട് തന്നെ കാണും. ഇനിയാണ് നമുക്ക് എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം, വേറെ ഏതുമല്ല നമ്മൾ ലിപ്സ്റ്റിക് തന്നെ. ലിപ്സ്റ്റിക് ഇടുന്ന മുമ്പായിട്ട് തന്നെ ലിപ് ലൈനർ വരച്ചിട്ട് ഒന്ന് വരച്ചു കൊടുക്കണുണ്ട് കേട്ടോ. ലിപ്സ്റ്റിക് ഇടുമ്പം ആ ലിപ്പ് ഷേപ്പിൽ പെർഫെക്റ്റ് ആയിട്ട് നിൽക്കാൻ ലിപ്സ്റ്റിക് ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ലാക്മിയുടെ ന്യൂ ഡ്രീം എന്ന ഷെയ്ഡാണ് കേട്ടോ. ഒരു 4-5 വർഷമായിട്ട് എൻ്റെ കറന്റ് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക് ആണ് ഇത്. ഈ ഒരു ഷെയ്ഡിന്റെ എത്ര ബോട്ടിൽ മേടിച്ചെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഇതിന്റെ ഇടയ്ക്കായിട്ട് ഞാൻ കുറെ ലിപ്സ്റ്റിക് ട്രൈ ചെയ്തിരിക്കണം. എന്നാലും എപ്പോഴും എന്റെ ഫേവറേറ്റ് ഇതാ ഇതന്നെയാണ്. ഇനിയിപ്പോ ലിപ്പ് ഒന്ന് ഗ്ലോ ആയി നിൽക്കാൻ ഒരു ലിപ് ഗ്ലോസ് കൂടി ഇട്ടാലോ? ഇതിപ്പോ ഏത് ബ്രാൻഡ് ആണെന്നോ ഏത് ഷെയ്ഡ് ആണെന്നൊന്നും എന്നോട് ചോദിക്കല്ലേ. സത്യമായിട്ടും എനിക്ക് അറിഞ്ഞൂടാ. വെറുതെ ടെമോന്ന് ഓർഡർ ചെയ്തിരുന്ന ഒരു ലിപ് ഗ്ലോസ് ചെയ്യുന്നത് ഒട്ടും പ്രതീക്ഷിക്കാതെ മേടിച്ചതുകൊണ്ട് തന്നെ എനിക്ക് ഇതാണ്ട് വർക്കായി. ഈ ഒരു ലിപ് ഗ്ലോസിന്റെ ഡീറ്റെയിൽസും എന്നോട് കുറേ ആൾക്കാർ ചോദിച്ചിരിക്കണേ. സോറി ഗൈസ്, സത്യമായിട്ട് എനിക്കിത് അറിയൂല. അങ്ങനെ ഇതാ ഈ ഒരു ലിപ് ഗ്ലോസോടെ നമ്മളെ മേക്കപ്പ് ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. ഇനി ഇതാ ഈ ഒരു സെറ്റിംഗ് സ്പ്രേ കൂടി അടിച്ചാൽ പരിപാടി ക്ലോസ് ചെയ്യാം. ഞാനിവിടെ പാക്കിന്റെ മൈക്രോ ഫിനിഷ് പറഞ്ഞ സെറ്റിംഗ് സ്പ്രേ ആണ് കേട്ടോ യൂസ് ആക്കണേ. ഈ ഒരു ഫിക്സിംഗ് സ്പ്രേ അടിപൊളി തന്നെയാണ്. നമ്മളെ മേക്കപ്പ് ഒക്കെ കുറെ നേരം തന്നെ ഒരു കേടില്ലാതെ അവിടെ തന്നെ നിന്നോളും. അപ്പോൾ ഗൈസ്, ഇതാണ് ഇതിന്റെ കംപ്ലീറ്റ് ലുക്ക് കേട്ടോ. ഒരു ഗസ്റ്റ് മേക്കപ്പ് ലുക്ക് അല്ലെങ്കിൽ പാർട്ടി മേക്കപ്പ് ലുക്ക്, ഒരു ബ്രൈഡ് മെയ്ഡ്സിനൊക്കെ ഇങ്ങനെയൊക്കെ ഒരുങ്ങിയാൽ മതിയാവൂലേ? മതി, ഇതൊക്കെ തന്നെ ധാരാളം. എന്തായാലും എനിക്ക് ഈ ലുക്ക് ഇഷ്ടപ്പെട്ടിരിക്കണം. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. പിന്നെ എനിക്ക് കൂടുതലായിട്ട് എൻക്വയറീസ് വന്നത് ഈ ഒരു ഔട്ട്ഫിറ്റിനാണ്. അപ്പോൾ പിന്നെ അതിന്റെ ഡീറ്റെയിൽസ് കൂടിയും ഈ ഒരു വീഡിയോയിലാണ്ട് ആഡ് ആക്കാന്ന് കരുതി. ഈ ഒരു ഔട്ട്ഫിറ്റ് ഒരു 5-6 മാസം മുമ്പ് എൻ്റെ കസിൻ്റെ നിക്കാഹിന് വേണ്ടി ചെയ്യിപ്പിച്ചതായിരുന്നു.
ഇതിന്റെ വീഡിയോസും ഫോട്ടോസും ഒക്കെ പോസ്റ്റ് ചെയ്തപ്പോൾ കുറേ ആൾക്കാർ DM-ൽ മെസ്സേജ് ആക്കിയിട്ടും കമന്റ്സിലൊക്കെ ആയിട്ട് കുറേ മെസ്സേജസ് കണ്ടിരുന്നു. കുറേ ആൾക്കാർക്കൊക്കെ ഞാൻ റീപ്ലൈ കൊടുത്തു. പക്ഷെ എല്ലാവർക്കും ഒന്നും എനിക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ കരുതി ഇങ്ങനെ ഒരു വീഡിയോ എന്തായാലും ചെയ്യണം എന്ന്. ഇത് ഞാൻ ഏത് ബൊട്ടീക്കൊന്നും ചെയ്യിപ്പിച്ചതല്ല കേട്ടോ. നമ്മളെ ടൗണിൽ നിന്ന് തന്നെ ക്ലോത്ത് എടുത്തിട്ട് നമ്മളെ നാട്ടിലത്തെ താത്താനെ കൊണ്ട് തന്നെ സ്റ്റിച്ച് ചെയ്യിപ്പിച്ചതാണ്. പക്ഷെ ഇതിന്റെ സ്കേർട്ട് ഞാൻ റെഡിമെയ്ഡ് ആയിട്ട് എടുത്തതാണ് കേട്ടോ. ബാക്കി ക്ലോത്ത്സ് ഒക്കെ നമ്മൾ മഞ്ചേരി പരാഗെന്നും കസവ് കേന്ദ്രയിൽ നിന്നൊക്കെ ആയിട്ട് എടുത്തു. അപ്പൊ ഇതാണ് എന്റെ കംപ്ലീറ്റ് ഔട്ട്ഫിറ്റ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി വീഡിയോസുമായി ഞാൻ പെട്ടെന്ന് തന്നെ വരാട്ടോ. ബൈ.